ഞാൻ എഴുതിയ ആ കഥയുടെ തിരക്കഥയുടെ ഒരു ചെറിയ രൂപമാണ് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ കഥ കേട്ടിട്ട് എന്തായാലും ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ പ്രവചിക്കാൻ മാത്രം ജ്യോത്സ്യരൊന്നും അല്ലല്ലോ ഞാൻ. അപ്പോൾ ആ കഥ അത്രയും വായിച്ചിട്ട് മലയാളി ഫ്രം ഇന്ത്യയുടെ സിനിമയുടെ അണിയറപ്പുറത്തവർക്ക് ടെൻഷൻ അടിക്കണമെങ്കിൽ അപ്പോൾ ആ കഥയാണ് ഞാൻ എഴുതിയ കഥ തന്നെയാണ് ആ സിനിമയുടെ കഥ എന്നവർ സമ്മതിക്കലാണ്. ഒന്ന് അതാണ്. പിന്നെ ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടു. എന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിലും ഫെഫ്കയെന്നൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 10-30 കോടി ചിലവാക്കിയൊരു സിനിമയായിരുന്നു നിഷാദേ, അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറമെ സംസാരിക്കാം, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് അത് സോഷ്യൽ മീഡിയ എൻ്റെ പോസ്റ്റ് ഇതിൽ കിടന്നിട്ടുള്ളൂ.